TV-യിൽ കമന്ററി കേൾക്കുമ്പോൾ ഈ കുട്ടിയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ചവിട്ടാൻ തുടങ്ങും. ഫുൾ ടൈം 90 മിനിറ്റും ISL കമന്ററി ഫുൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഈ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഒരു ഫുട്ബോൾ ആരാധികയൊന്നുമല്ല, ഫുട്ബോൾ പ്രേമിയൊന്നുമല്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫുട്ബോൾ കമന്ററി കേൾക്കുമ്പോഴാണ് ഈ വയറ്റിൽ അനക്കം കൃത്യം കിട്ടുന്നത്. അപ്പൊ ചില ദിവസങ്ങളിൽ ഇപ്പൊ എന്റെ ISL ഷെഡ്യൂൾ അനുസരിച്ച് സ്ഥിരമായി എല്ലാ മത്സരത്തിനൊന്നും ഞാൻ കമന്ററി പറയാറില്ല. ഞാൻ എനിക്ക് ഓഫ് ദിവസങ്ങളുള്ള ദിവസം ഞാൻ കമന്ററി പറയില്ല. അപ്പൊ ഞാൻ ഇല്ലാത്ത ദിവസം ഇവർ വെക്കുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്നില്ല, അപ്പൊ ഈ വയറ്റിൽ നിന്ന് ചവിട്ട് വരില്ല. മനസ്സിലായില്ല? അപ്പൊ ഇവർക്ക് ടെൻഷനാ. അപ്പൊ ഉടനെ ഇവർ എന്റെ ഫ്രണ്ടിനെ വിളിക്കും. അതായത് എന്റെ ഫ്രണ്ട് ഞാനുമായിട്ടുള്ള ബന്ധം അവർക്ക് അറിയാം. എന്താ ഷൈജു ദാമോദരൻ എവിടെ പോയി, ഷൈജു ദാമോദരൻ എന്താ കമന്ററി പറയാത്തത്, പുള്ളി എപ്പോഴാ വരിക? അപ്പൊ ഞാൻ ഒരാൾ ഇങ്ങനെയൊക്കെ ഞാൻ ഡ്യൂട്ടി അനുസരിച്ചാണ്, ഇനിയിപ്പോ അടുത്ത ആഴ്ച വരുള്ളൂ. അപ്പൊ എന്നോട് ഇങ്ങനെ പറയും, നീ ഇല്ലെങ്കിൽ ടെൻഷനാണ്, അതുകൊണ്ട് എന്നെ വിളിച്ചു ചോദിക്കും നീ എപ്പോഴാ തിരിച്ചു വരുന്ന കമന്ററി പറയുന്ന ആലോചിച്ച് നോക്കുക. എവിടെയോ ഞാൻ അറിയാത്ത ഏതോ ഒരു അമ്മയുടെ വയറ്റിൽ വളരുന്ന ഒരു കുട്ടി കമന്ററിയിൽ എന്റെ ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ കൈകാലിട്ടടിച്ച് അങ്ങനെ ആ അമ്മ ആ ശബ്ദവും എൻ്റെ കമന്ററിയും കുട്ടിയും അവരുടെ ആ ലൈഫ്, അതായത് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിന് മുൻപേ എൻ്റെ കമന്ററി കേട്ട് തുടങ്ങിയിരിക്കുന്നു. ഒരു എന്താ പറയുക, ഒരു പിറക്കാനിരിക്കുന്ന ഒരു ജീവൻ എന്ന് പറയുന്നിടത്താണ് ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ പറഞ്ഞു മതി. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ പറയാനുണ്ട്. ഇഷ്ടം ഇപ്പം